ലോകകപ്പോ മറ്റേതെങ്കിലും പ്രധാന ICC ഇവന്റ്സോ വരുമ്പോൾ മൈറ്റി ഓസീസിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അട്ടപ്പടലം ദുർബല ടീമുകളോട് വരെ അങ്ങ് തോൽക്കുക. അതിഭീകര ആക്ടിംഗ് എന്നൊക്കെ ക്രിക്കറ്റ് പ്രേമികൾ ഇതിനെ ചിലപ്പോഴൊക്കെയും വിശേഷിപ്പിക്കാറുണ്ട്. ലോകകപ്പിന് എത്തുമ്പോൾ ഹൈപ്പ് അമ്പയെ കുറക്കാനായുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് ഇന്ന് വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെ ദുർബലരാണെന്ന് കരുതി ലോകകപ്പിൽ ഇവരോട് മുട്ടാൻ നിൽക്കുന്ന ടീമുകളുടെ മുന്നിൽ പക്ഷേ ഓസ്ട്രേലിയ വിശ്വരൂപം പുറത്തെടുക്കുകയും ചെയ്യും. അവശനാണെന്ന് കരുതി കാട്ടിലെ മരച്ചുവടിൽ വിശ്രമിക്കുന്ന സിംഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെയാണത്. സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു, കടിച്ചു കീറുന്നു. അതായത് ICCയുടെ ഏത് ടൂർണമെന്റ് വന്നാലും ഏത് ടീമിന്റെയും വലിയ പേടി സ്വപ്നം ഓസ്ട്രേലിയ തന്നെയായിരിക്കും. നോക്കൌട്ട് ഘട്ടത്തിൽ പ്രത്യേകിച്ചും. നമുക്കറിയാം, സെമി ഫൈനൽ, ഫൈനൽ പോലെയുള്ള നിർണായക മത്സരങ്ങളിൽ ഭൂരിഭാഗം ടീമുകളും സമ്മർദ്ദങ്ങളിലേക്ക് വീണ് കളി മറക്കുമ്പോൾ കങ്കാരുപ്പട സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വിജയശ്രീലാളിതരാകും. പക്ഷേ ലോകകപ്പിന് മുമ്പ് ചിലപ്പോൾ അവർ ഫുൾ ടീം തന്നെ കുഞ്ഞൻ ടീമുകളോടും പലപ്പോഴും നാണം കെടുന്ന കാഴ്ച. ഇത്തവണയും ആ പതിവ് ആവർത്തിച്ചിരിക്കുകയാണ് അവർ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ T20 ലോകകപ്പിന് മുമ്പായി ഓസ്ട്രേലിയ അവസാനമായി കളിച്ചത് പാകിസ്ഥാനുമായുള്ള 3 മത്സരങ്ങളുടെ T20 പരമ്പരയാണ്. പക്ഷേ പാകിസ്ഥാനിൽ നടന്ന ഈ പരമ്പരയിൽ മിച്ചൽ മാർഷും സംഘവും ആഗ്രഹിച്ചത് പോലെയൊരു ഫലമല്ല ലഭിച്ചത്. ഓസ്ട്രേലിയയെ പാക് പട 3-0 തൂത്തുവാരുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ, ലാഹോറിലെ ആദ്യ മത്സരത്തിൽ ഓസീസിനെ തോൽപ്പിച്ച് സൽമാൻ അലി ആഗയുടെ പാക് ടീം തുടങ്ങുന്നു. അതും നീണ്ട 2650 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അന്താരാഷ്ട്ര T20യിൽ ഓസ്ട്രേലിയയെ പാകിസ്ഥാൻ അന്ന് പരാജയപ്പെടുത്തിയത്. അതായത് നീണ്ട 8 വർഷത്തിനു ശേഷം. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ 22 റൺസിനാണ് ആതിഥേയർ കങ്കാരുപ്പടയെ മുട്ടുകുതിച്ചത്. അതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ പാകിസ്ഥാൻ 1-0 മുന്നിലെത്തുന്നു. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ തിളങ്ങിയ സൈം അയ്യൂബായിരുന്നു ആ മത്സരത്തിൽ പാകിസ്ഥാന്റെ വിജയശില്പി. മത്സരത്തിൽ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എടുക്കാനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ. 169 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റിംഗിലിറങ്ങിയ ഓസീസിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ.